ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ഒന്നാമത്തെ പാഠത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പാസ്കൽ നിയമം. പാസ്കൽ നിയമം എന്താണെന്ന് നോക്കാം. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഒരുപാട് ഉപകരണങ്ങൾ കണ്ടിട്ടുണ്ട്. അതായത് വണ്ടിയൊക്കെ ഉയർത്തുന്ന വലിയ ഹൈഡ്രോളിക് ലിഫ്റ്റുകൾ, അതായത് വണ്ടി സർവീസ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ വണ്ടി വലിയൊരു ചെറിയൊരു തൂണിൽ ഇങ്ങനെ പൊങ്ങി നിർത്തിയിട്ടുണ്ട്. ചെറിയൊരു സ്വിച്ച് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ചെറിയൊരു ലിവർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ മണ്ണുമാന്തി യന്ത്രം, JCB, എക്സ്കവേറ്റർ പോലെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വലിയ വലിയ പാറകളൊക്കെ പൊട്ടിക്കാറുണ്ട്. അപ്പൊ വളരെ ചെറിയ നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, ഇതിന്റെ പിന്നിലുള്ള തത്വം എന്താണ് നമുക്ക് നോക്കാം. അതായത് അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത്, നമ്മളൊരു പ്ലാസ്റ്റിക് സഞ്ചി എടുക്കും, അതിൽ വെള്ളം നിറക്കുക, എന്നിട്ട് നന്നായിട്ട് അടച്ചു വെക്കുക. ഒരു തുള്ളി പോലും വെള്ളം പുറത്തേക്ക് പോവാത്ത രീതിയിൽ നമ്മൾ അത് അടച്ചു വെക്കും. അതിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ മുട്ട് സൂചി കൊണ്ട് ഇങ്ങനെ ഹോളിടും. ഓക്കെ, നമ്മളിങ്ങനെ തൂക്കി പിടിച്ചാൽ എന്ത് സംഭവിക്കും? അടിഭാഗത്ത് നന്നായിട്ട് ശക്തിയായിട്ട് വെള്ളം വരും, മുകൾ ഭാഗത്ത് മെല്ലെ വെള്ളം വരും. പക്ഷെ നമ്മൾ അത് കൈ കൊണ്ടൊന്ന് അമർത്തിനും, അപ്പൊ എന്ത് സംഭവിക്കും? എല്ലാ ഭാഗത്തും ഒരേപോലെ വെള്ളം വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ ഭാഗത്തും ഒരുപോലെ വെള്ളം വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് പാസ്കൽ നിയമം കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അതായത് ഒരു സമൃദ്ധ വ്യൂഹം. എന്താണ് സമൃദ്ധ വ്യൂഹം എന്ന് പറഞ്ഞാല്? എല്ലാ ഭാഗത്തും അടഞ്ഞു കിടക്കുന്ന ഒരു വ്യൂഹം. വ്യൂഹം എന്ന് പറയുന്നത് പാത്രമെന്തോ നമ്മൾ എന്താണോ പഠിക്കുന്നതാണ് വ്യൂഹം. ഒരു സമൃദ്ധ വ്യൂഹത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ പ്രയോഗിക്കുന്ന മർദ്ദം ആ വ്യൂഹത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ വ്യാപിക്കുന്നു. ഒരുപോലെ ആ മർദ്ദം എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാസ്കൽ നിയമം. അപ്പൊ ഒരു സമൃദ്ധ വ്യൂഹത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം വ്യൂഹത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാസ്കൽ നിയമം എന്നറിയപ്പെടുന്നത്. പാസ്കൽ നിയമം അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ജാക്ക്, എക്സ്കവേറ്ററുകള്, ഹൈഡ്രോളിക് ബ്രേക്ക് പോലെയുള്ള എല്ലാ ഉപകരണങ്ങളും. ഇനി ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വലിയ വലിയ വസ്തുക്കളെ, ഭാരം ഉള്ള വസ്തുക്കളെ പൊക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഇതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ഒരു അപ്ലിക്കേഷൻ വരുന്നത്. ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കണം. അതായത് ഒരു ചെറിയ സിലിണ്ടർ കൊണ്ട് ഒരു വലിയ ഭാഗമുണ്ട് അല്ലെ, ഇതിന്റെ ഉള്ളിൽ ഒരു ദ്രാവകം നിറച്ചിട്ടുണ്ട്, ഇതിന്റെ മുകളിൽ ഒരു കാർ വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? F1 എന്നുള്ള ഒരു ബലം പ്രയോഗിക്കും. F1 ഞാൻ ഇവിടെ ഒന്നാമത് ഇവിടുത്തെ പരപ്പളവാണ് A1. ഇവിടെ ഇങ്ങോട്ട് താഴ്ത്തുമ്പോ ഈ ഭാഗത്ത് മുകളിലേക്ക് എന്ത് അനുഭവപ്പെടും? ഒരു ബലം അനുഭവപ്പെടും. അതാണ് ഇത് F2. ഇവിടുത്തെ പരപ്പളവിനെ ഞാൻ എന്ത് ചെയ്യുന്നു? A2. ഈ ഭാഗത്തുള്ള പരപ്പളവാണ് എന്ത്? A2. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ പ്രയോഗിച്ച മർദ്ദം എന്താണ്? F1/A1 ആണ്. ഇവിടെ അനുഭവപ്പെടുന്ന മർദ്ദം എന്താണ്? F2/A2 ആണ്. എന്താണ് പാസ്കൽ നിയമം അറിയുന്നത്? ഇവിടെ നമ്മൾ ഒരു മർദ്ദം പ്രയോഗിച്ചാൽ ആ മർദ്ദം എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും. ആ ഇവിടെ ഉള്ള അതേ മർദ്ദം തന്നെയായിരിക്കും ഇവിടെ F1/A1 സമം എന്താണ്? F2/A2. അപ്പൊ നമുക്ക് F2 കാണാം. F2 എന്ന് പറയുന്നത് ബലമാണ്. എന്താണ്? F1/A1 into A2. നോക്ക്, A2 എന്ന് പറയുന്നത് വളരെ വലിയൊരു അളവാണ്, കാരണം ഇവിടുത്തെ പരപ്പളവ് വളരെ വലുതാണ്. അപ്പോ F2 എന്ന് പറയുന്നത് F1-നേക്കാളും വളരെ വലിയതായിരിക്കും. അതായത് ഈ കാറിനെ പൊന്തിക്കാൻ ആവശ്യമായിട്ടുള്ള ബലം നമുക്ക് എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് കിട്ടുന്നു. ഇങ്ങനെയാണ് ഇത്. അപ്പൊ ഈ സമവാക്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് ധാരാളം ചോദ്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പൊ F2 എന്ന് പറയുന്നത് വലിയ ബലവും
F1 എന്ന് പറയുന്നത് ചെറിയ ബലവും ഇവിടുത്തെ പരപ്പളവാണ് A2. ഇവിടുത്തെ പരപ്പളവാണ് ചെറിയ ബലം പ്രയോഗിക്കുന്ന ഭാഗത്തുള്ള പരപ്പളവാണ് A1 എന്ന് പറയുന്നത്. അടുത്തത് നിങ്ങൾ ഈ ചിത്രം ശ്രദ്ധിക്കുക. എന്താണ് ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്? ഒരു ബോയിലിംഗ് ട്യൂബിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ വളരെ നേർത്ത ഒരു കോയിലാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തൊട്ടപ്പുറത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? മെർക്കുറി വെച്ചിട്ടുണ്ട്. മെർക്കുറിയിലും ഇതുപോലെ ഒരു പൈപ്പ് താഴ്ത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. അതായത് വെള്ളം ചെറിയ പൈപ്പിലൂടെ മുകളിലേക്ക് പോകുന്നു. പക്ഷെ മെർക്കുറി എന്ത് ചെയ്യുന്നു? ചെറിയ പൈപ്പിൽ നിന്നും അടിയിലേക്കാണ് വരുന്നത്. അപ്പൊ ഇതാണ് കേശികത്വം. നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ പറയും. നമ്മള് മണ്ണെണ്ണ വിളക്കില്, അതായത് വേണമെങ്കിൽ ഒരു കുപ്പിയിൽ കുറച്ച് മണ്ണെണ്ണ എടുക്കും, എന്നിട്ട് ഒരു തുണി ചുരുട്ടിയിട്ട് ഇതിലേക്ക് തൂക്കിയിടാം. അതിന്റെ അടിഭാഗം മാത്രം തട്ടിയാൽ മതി. കുറച്ചു നേരം കഴിഞ്ഞാൽ ഈ മണ്ണെണ്ണ മുകളിലേക്ക് എത്തിയതായിട്ട് നമുക്ക് കാണാം. അതുപോലെ നമ്മൾ എന്ത് ചെയ്ത് പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കാം, അതിൽ കുറെ പഞ്ചസാര ഇടാം. കുറെ നേരം കഴിഞ്ഞാൽ ഈ നനവ് മുകളിലേക്ക് എത്തിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ കേശികത്വം രണ്ട് വിധമാണ്. നമ്മൾ കണ്ട ചിത്രത്തില് വെള്ളം മുകളിലേക്ക് ഉയർന്നു, പക്ഷെ മെർക്കുറി എന്താ ചെയ്തത്? താഴേക്ക് താഴുകയാണ് ചെയ്തത്. അപ്പൊ കേശികത്വം എന്ന് പറയുന്നത് രണ്ട് വിധമാണ്. കേശിക ഉയർച്ചയുണ്ട്, കേശിക താഴ്ചയുണ്ട്. അപ്പൊ ഭൂഗുരുത്വത്തിനെതിരെ, ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിനെതിരെ ചെറിയ സുഷിരങ്ങളിലൂടെ, വലിയ പൈപ്പിലൂടെ പൊങ്ങൂല, ചെറിയ സുഷിരങ്ങളിലൂടെയോ നേർത്ത കുഴലുകളിലൂടെയോ ഒരു ദ്രവം മുകളിലേക്ക് പൊങ്ങുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കേശിക ഉയർച്ച എന്ന് പറയുന്നത്. അത് താഴുകയാണെങ്കിൽ, മെർക്കുറി പോലെ താഴത്തേക്ക് പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? കേശിക താഴ്ച എന്ന് പറയുന്നു. അപ്പൊ കേശികത്വം രണ്ട് വിധമാണ്. കേശിക ഉയർച്ചയുണ്ട്, കേശിക താഴ്ചയുണ്ട്. വേറായാലും അപ്പോ എന്താണ് കേശികത്വം? ഒരു നേർത്ത കുഴലിലൂടെയോ സൂക്ഷ്മമായിട്ടുള്ള, വളരെ സൂക്ഷ്മമായിട്ടുള്ള സുഷിരങ്ങളിലൂടെയോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചസാര തരി കൂട്ടിയിട്ടാൽ അതിന്റെ ചെറിയ വിടവുകളിലൂടെ, അത്രയും സൂക്ഷ്മമായ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായി ഒന്നെങ്കിൽ മുകളിലേക്ക് ഉയരും, അല്ലെങ്കിൽ ഉള്ള നിലയിൽ നിന്നും താഴേക്ക് പോകുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കേശികത്വം എന്ന് പറയുന്നത്. അപ്പൊ കേശികത്വവും, കേശിക ഉയർച്ച, കേശിക താഴ്ച, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താണ് കേശികത്വം? വെള്ളം മുകളിലേക്ക് താഴുകയോ പൊങ്ങുകയോ ചെയ്യുന്ന പ്രതിഭാസം, അല്ലെങ്കിൽ ഒരു ദ്രവം മുകളിലേക്ക് പൊങ്ങുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് കേശികത്വം. പൊങ്ങുകയാണെങ്കിൽ കേശിക ഉയർച്ച, താഴുകയാണെങ്കിൽ കേശിക താഴ്ച. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കും, എന്നിട്ട് ആ വെള്ളത്തിന് നമ്മൾ പുറത്തേക്ക് ഒഴിക്കും. നമുക്കൊരു കാര്യം കാണാൻ പറ്റും. ഈ ഗ്ലാസിന്റെ വശങ്ങളില് വെള്ളം എന്ത് ചെയ്തിട്ടുണ്ടാവും? പറ്റി പിടിച്ചു നിൽക്കുന്നുണ്ട്. എന്നാൽ അതേ സ്ഥാനത്ത് ഇതേ ഗ്ലാസ്സിലേക്ക് നമ്മൾ മെർക്കുറി ഒഴിച്ചിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ ഒരു തുള്ളി പോലും മെർക്കുറി അതിൽ പറ്റി പിടിച്ചിട്ടില്ല. മെർക്കുറി ഒഴിച്ച ഭാഗത്ത് ഇങ്ങനെ മെർക്കുറി ഇങ്ങനെ കൂടിച്ചേർന്ന് ഇങ്ങനെ നിൽക്കും. മെർക്കുറി ഇങ്ങനെ പരസ്പരം പൊട്ടി നിൽക്കും. അപ്പൊ പദാർത്ഥങ്ങൾ തമ്മിൽ രണ്ട് തരമുണ്ട്. ഒന്ന് കൊഹീഷൻ ബലം, ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹീഷൻ ബലം. ഒരേ ഇനം തന്മാത്രകൾ, വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ബലമാണ് ഏത്? അഡീഷൻ ബലം. അപ്പൊ ഞാൻ പറയുന്നത് ജല തന്മാത്രകൾ പരസ്പരം ഒരു ആകർഷണ ബലമുണ്ട്, അതാണ് ഏത്? കൊഹീഷൻ. വെള്ളവും ഗ്ലാസും തമ്മിലൊരു ബലമുണ്ട്, അതാണ് ഏത്? അഡീഷൻ. അപ്പൊ ചില വസ്തുക്കൾ, ചില ദ്രവങ്ങൾ നമ്മൾ എവിടെയെങ്കിലും ഒഴിച്ചാൽ അതോടെ പറ്റി പിടിക്കും. അപ്പൊ എന്താണ്? അഡീഷൻ ബലം കൂടുന്നത് കൊണ്ടാണ്. അഡീഷൻ ബലം കൂടുമ്പോ അത് അവിടെ പറ്റി പിടിച്ചു നിൽക്കും. അഡീഷൻ ബലം കുറയുമ്പോ അത് അവിടെ പറ്റിപ്പിടിക്കാതെ അവിടെ മാറിപ്പോകും. അപ്പോ മെർക്കുറിക്ക് അഡീഷൻ ബലം കുറവാണ്,
അതായത് മെർക്കുറിയും ഗ്ലാസും തമ്മിലുള്ള അഡീഷൻ ബലം കുറവാണ്. അവിടെ കൊഹീഷൻ ബലം കൂടുന്നത് കൊണ്ട് മെർക്കുറി പരസ്പരം ഒട്ടിച്ചേർന്ന് നിൽക്കും. പക്ഷെ വെള്ളം ഒഴിച്ചാൽ വെള്ളത്തിന് ഗ്ലാസുമായിട്ടുള്ള അഡീഷൻ ബലം വളരെ കൂടുതലാണ്. അപ്പൊ വെള്ളം ഗ്ലാസ്സിൽ പറ്റിപ്പിടിച്ച് നിൽക്കും. വെള്ളവും തമ്മിലുള്ള കൊഹീഷൻ ബലം കുറവായതുകൊണ്ട് വെള്ളം ഗ്ലാസ്സിൽ പറ്റിപ്പിടിച്ച് നിൽക്കും. ഇതാണ് അഡീഷൻ ബലവും കൊഹീഷൻ ബലവും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നമ്മളൊരു ഈർക്കില് വെള്ളത്തിൽ ഇറക്കി പിടിച്ചാൽ അതിങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കുന്നു. അത് ഈർക്കില് വെള്ളത്തിൽ പറ്റിപ്പിടിക്കുന്ന അഡീഷൻ ബലം കാരണമാണ്. അതുപോലെ തന്നെ നമ്മൾ ചോക്കൊക്കെ ഉപയോഗിച്ച് ബോർഡിൽ ഇങ്ങനെ എഴുതുമ്പോൾ ചോക്കിന്റെ പൊടികൾ ഇങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കും ബോർഡിൽ, അത് അഡീഷൻ ബലമാണ്. അതുപോലെ നമ്മൾ നോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളമാക്കും, അപ്പൊ അത് എന്താണ്, പൊട്ടിപ്പോരാണ്. അത് അഡീഷൻ ബലം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതാണ് അഡീഷൻ ബലം. അപ്പൊ ബലങ്ങൾ രണ്ട് വിധമുണ്ട്. അഡീഷൻ ബലമുണ്ട്, അടുത്തത് കൊഹീഷൻ ബലം. അപ്പൊ നോട്ടുകൾ നമ്മളിങ്ങനെ കൈകൊണ്ട് നനച്ച് ഇങ്ങനെ എണ്ണാറുണ്ട്. നോട്ടുകൾ എണ്ണുമ്പോൾ കൈകൊണ്ട് നനക്കാറുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ചോക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ബോർഡിൽ ഇങ്ങനെ പൊടി പറ്റി പിടിച്ച് നിൽക്കുന്നുണ്ടോ, അത് അഡീഷൻ ബലമാണ്. അപ്പൊ അഡീഷൻ ബലമുണ്ട്, കൊഹീഷൻ ബലമുണ്ട്. അപ്പൊ നമ്മൾ നോക്കണം. അപ്പൊ ചേമ്പിന്റെ ഇലയിൽ വെള്ളം പറ്റി പിടിക്കില്ല അല്ലെ? ചേമ്പിന്റെ ഇലയിലേക്ക് വെള്ളം ഒഴിച്ചാൽ വെള്ളം പറ്റി പിടിക്കൂല. എന്താ കാരണം? അവിടെ കൊഹീഷൻ ബലം കൂടും, വെള്ളം കൂടുതലും പറ്റി ചേർന്ന് നിൽക്കും. കാരണം ചേമ്പിന്റെ ഇലയും വെള്ളവും തമ്മിലുള്ള അഡീഷൻ ബലത്തേക്കാൾ കൂടുതലാണ് വെള്ളം തമ്മിലുള്ള ബലം. അപ്പൊ വെള്ളം തമ്മിൽ ഒട്ടി നിൽക്കും, ചേമ്പിന്റെ ഇലയിൽ ഒട്ടി നിൽക്കൂല. അപ്പൊ ഇതാണ് അഡീഷൻ ബലവും കൊഹീഷൻ ബലവും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ എന്താണ് കേശിക ഉയർച്ചയുടെ കാരണം? അതാണ് നമ്മളിവിടെ പറയുന്നത്. അതായത് ഞാൻ എന്ത് ചെയ്തു, ഒരു ബീക്കറിൽ കുറച്ച് വെള്ളമെടുത്തു. ഇതിലേക്ക് ഞാൻ വളരെ നേർത്ത ഒരു പൈപ്പ് ഇറക്കി വെച്ചു. അപ്പൊ എന്ത് സംഭവിക്കും? വെള്ളം ഇങ്ങനെ നിൽക്കും, ഇവിടെ മുകളിലേക്ക് കയറി നിൽക്കും. എന്തായിരിക്കും ഇതിന് കാരണം? അതായത് ഈ ഉപരിതലവും ജലവും തമ്മിൽ എന്തുണ്ട്, ഒരു അഡീഷൻ ബലമുണ്ട്. ആ അഡീഷൻ ബലം കാരണം ഇത് മേലേക്ക് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഒട്ടി നിൽക്കും. വെള്ളം ഇങ്ങനെ മേലേക്ക് ഇതിങ്ങനെ വലിക്കും. അങ്ങനെ അഡീഷൻ ബലം ഇതിങ്ങനെ ഇങ്ങോട്ട് വലിക്കും. അതുപോലെ ഈ പൈപ്പിന്റെ അഡീഷൻ ബലം കാരണം വെള്ളം മുകളിലേക്ക് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കയറി പോകും. അതിനെ ഇവിടുത്തെ വെള്ളത്തിന് ഇങ്ങനെ പറ്റിച്ചും വലിച്ചിങ്ങനെ എടുക്കും, മുകളിലേക്ക് ഇങ്ങനെ ആകർഷിക്കും. അപ്പോ കേശിക ഉയർച്ച ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അഡീഷൻ ബലം കൂടുമ്പോഴാണ് എന്തുണ്ടാവുക, കേശിക ഉയർച്ച ഉണ്ടാവുക. അഡീഷൻ ബലം കൊഹീഷൻ ബലത്തിൽ നോക്കി, ജലതന്മാത്രകൾ തമ്മിലായിരുന്നു ആകർഷണ ബലം കൂടുന്നെങ്കിൽ ഇവിടെ പറ്റിപ്പിടിച്ച് നിൽക്കൂല. പക്ഷെ ജലതന്മാത്രയും ഗ്ലാസും തമ്മിലുള്ള ബലം കൂടിയതോട് ഇങ്ങനെ വലിഞ്ഞു വരികയാണ്, എന്നിട്ട് അടുത്ത് ഇങ്ങനെ വരും. അപ്പൊ അഡീഷൻ ബലം കൊഹീഷൻ ബലത്തേക്കാൾ കൂടുമ്പോൾ കേശിക ഉയർച്ചയുണ്ടാകുന്നു. എന്നാൽ മെർക്കുറിയുടെ കാര്യമെടുക്കുക. മെർക്കുറിയിൽ എന്താ സംഭവിക്കുന്നത്? മെർക്കുറിയില് നമ്മളിങ്ങനെ ഇറക്കി വെച്ചാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. എന്താ കാരണം? താഴ്ന്നു പോകും. കാരണം മെർക്കുറിയിൽ നിന്ന് അകന്ന് നിൽക്കാം, പരസ്പരം ഒട്ടി നിൽക്കും. അതുകൊണ്ടാണ് ഇവിടെ ഒട്ടാതെ ഇങ്ങോട്ട് ഇങ്ങനെ അടുത്ത് വരുന്നത്. നേരെ നിൽക്കേണ്ട സാധനം ഇങ്ങനെ വളഞ്ഞു വരുന്നത് ഇവിടെ ഒട്ടാതെ ഇങ്ങോട്ട് അടുത്ത് വരുന്നത് എന്തുകൊണ്ടാണ്? ആകർഷണം. ഇവ തമ്മിൽ, ഈ ബീക്കറും മെർക്കുറിയും തമ്മിലുള്ളതിനേക്കാൾ കൂടുതൽ ബലം മെർക്കുറി തമ്മിലുണ്ട്. അപ്പോ കൊഹീഷൻ ബലം അഡീഷൻ ബലത്തേക്കാൾ കൂടുമ്പോൾ കേശിക താഴ്ചയും, അഡീഷൻ ബലം കൊഹീഷൻ ബലത്തേക്കാൾ കൂടിക്കഴിഞ്ഞാൽ കേശിക ഉയർച്ചയും ഉണ്ടാവുന്നു. അപ്പൊ കേശിക ഉയർച്ചക്കും കേശിക താഴ്ചക്കും കാരണം അഡീഷൻ ബലവും കൊഹീഷൻ ബലവും തമ്മിലുള്ള വ്യത്യാസമാണ്. അടുത്തത് കേശിക ഉയർച്ചയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ നോക്കാം. ഒന്നാമത്തത്, നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബീക്കറിൽ വെള്ളം എടുക്കും. ഒരു ഇതില് മൂന്ന് തരം പൈപ്പ് നോക്ക്. ഇവിടെ ഏറ്റവും വ്യാസം കൂടുതൽ ഇതിനാണ്, ഇതിന് കുറവ്, ഇതിന് വളരെ കുറവ്. ഏതിലായിരിക്കും കൂടുതൽ കേശിക ഉയർച്ച ഉണ്ടാവുക? വ്യാസം കുറഞ്ഞ പൈപ്പിലായിരിക്കും കേശിക ഉയർച്ച കൂടുതൽ. വ്യാസം കൂടുന്തോറും കേശിക ഉയർച്ച എന്ത് ചെയ്യുന്നു? കുറയുന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല്, അതായത് എങ്ങനെയാണ് കേശിക ഉയർച്ച ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഈ ദ്രവത്തിൽ വെള്ളം ഇങ്ങനെ മേലേക്ക് കയറി വരുമെന്ന് പറഞ്ഞു.
ഇങ്ങനെ കേറിയിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് ചാടും, അതൊരിക്കലും ചാടില്ല. അപ്പൊ എത്ര വരെ കേശിക ഉയർച്ചയുണ്ടാവും? അതായത് ഈ വെള്ളം മുകളിലേക്ക് പൊങ്ങുന്നത് ഇതിന്റെ ഭാരത്തിന് എതിരെയാണല്ലോ. അതായത് നമ്മളൊരു സാധനത്തിന്, ഞാൻ ഈ ഡസ്റ്ററിനെ മുകളിലേക്ക് പൊക്കുന്നത് എപ്പോഴാണ്? ഈ ഗുരുത്വാകർഷണ ബലത്തിനെതിരെയാണ്. അപ്പൊ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ഞാൻ ബലം പ്രയോഗിക്കണം. ഇവിടെ ആരാണ് ബലം പ്രയോഗിക്കുന്നത്? ഈ അഡീഷൻ ബലമാണ്. അപ്പോ ഈ ട്യൂബ് പ്രയോഗിക്കുന്ന അഡീഷൻ ബലം ഈ ജലത്തിന്റെ ഭാരത്തിന് തുല്യമാകുന്നത് വരെ പോകും. തുല്യമായി കഴിഞ്ഞാൽ പിന്നെ പൊങ്ങൂല. അപ്പോ ഇതിന്റെ ഉള്ളിലുള്ള ഇത്രയും ഭാഗത്തെ വെള്ളത്തെ ഇവിടെ താങ്ങി നിർത്തുന്നത് ആരാണ്? അഡീഷൻ ബലമാണ്. അപ്പോ വ്യാസം കൂടുമ്പോ കൂടുതൽ അല്ലെ, വണ്ണം കൂടുന്നതും കൂടുതൽ വെള്ളം ഉണ്ടാവും. അപ്പൊ അത്രയും വെള്ളത്തെ താങ്ങി നിർത്താൻ ആർക്ക് കഴിയില്ല? ഈ പൈപ്പിന് കഴിയില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? കേശിക ഉയർച്ച കുറയും. അപ്പൊ കേശിക ഉയർച്ച ഈ ആരം കുറയും തോറും, വണ്ണം കുറയും തോറും കേശിക ഉയർച്ച കൂടാനുള്ള കാരണം എന്താ? ഇതിലുള്ള വെള്ളത്തിന്റെ ഭാരം കുറയും, മറ്റേത് നല്ല ഭാരം ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യുന്നു? കുറച്ച് ഉയരത്തിലേ പൊക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് കേശിക ഉയർച്ചയെ സ്വാധീനിക്കുന്ന ഒന്നാമത്തെ ഘടകം, കുഴലിന്റെ ആരം അല്ലെങ്കിൽ വ്യാസം. അപ്പോ ഏതുവരെയാണ് കേശിക ഉയർച്ചയുണ്ടാവുക? അഡീഷൻ ബലവും ഉയർന്ന ദ്രവത്തിന്റെ ഭാരവും തുല്യമാകുന്നത് വരെ കേശിക ഉയർച്ച ഉണ്ടാവും, പിന്നെ ഉയരൂല. മനസ്സിലായോ? അപ്പൊ കേശിക ഉയർച്ച ഏതുവരെ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നേരത്തെ കുഴലിലൂടെ ഉയർന്ന ദ്രവത്തിന്റെ ഭാരവും അവിടെയുള്ള അഡീഷൻ ബലവും തുല്യമാകുന്നത് വരെ മുകളിലേക്ക് വരും, പിന്നെ പൊങ്ങൂല. അതാണ് അതിന്റെ ഒരു. ഇനിയാണ് അപ്പൊ എന്താണ് വിസ്കോസിറ്റി? നമുക്ക് നോക്കാം. വിസ്കസ് ബലം അതായത് നമ്മളൊരു ചെരിഞ്ഞ പ്രതലത്തിൽ കുറച്ച് തേന്, കുറച്ച് ഗ്ലിസറിൻ, കുറച്ച് വെള്ളം ഇങ്ങനെ തുള്ളിയായിട്ട് കൊടുക്കും. അപ്പൊ എന്ത് സംഭവിക്കും? വെള്ളം പെട്ടെന്ന് അടിയിൽ പൊഴിയും. ഗ്ലിസറിന് കുറച്ച് പതുക്കെ വരുള്ളൂ. അതുപോലെ തന്നെ നമ്മളെ തേന് വളരെ സാവധാനത്തിലേക്ക്. അപ്പൊ എല്ലാ ദ്രവങ്ങളും ഒഴുകുന്നത് ഒരുപോലെയല്ല. അവക്ക് ഒഴുക്കിന്റെ തടസ്സം പല ദ്രവങ്ങൾക്കും ഒരു വ്യത്യസ്തമാണ്. അപ്പൊ വിസ്കസ് ബലം എന്ന് പറയുന്നത് ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ബലം എന്നാണ് പറയുന്നത്. ഒഴുക്കിനെ റെസിസ്റ്റൻസ് ടു ഫ്ലോ, ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ബലമായിട്ടാണ് എന്തിനെ കണക്കാക്കുന്നത്? വിസ്കസ് ബലത്തെ കണക്കാക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് നമുക്ക് നോക്കാം. അതായത് ഒരു ദ്രാവകം ഇങ്ങനെ ഒഴുകാണ്. അപ്പൊ ഇതാണ് ദ്രാവകത്തിന്റെ ഏറ്റവും അടിയിലുള്ള പടലം. ഏറ്റവും മുകളിലായിരിക്കും ഒഴുക്ക് കൂടുതൽ, കാരണം ഇവിടെ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോ ഒരു ദ്രാവക പടലങ്ങൾ ഇങ്ങനെ നമ്മൾ ദ്രാവകം ഒഴുകുമ്പോ ഈ ദ്രാവകത്തിന്റെ ഒഴുക്കിൽ നമ്മൾ ഓരോ പാളികളായിട്ട് കണക്കാക്കുക. ഓരോ പാളിയായിട്ടാണ് ഒഴുകുന്നതായിട്ട് കണക്കാക്കുന്നത്. ഏറ്റവും മുകളിലുള്ള പാളിയുടെ മുകളിൽ താഴെയുള്ള പാളി എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടൊരു ബലം കൊടുക്കും. ഇതിന്റെ ഒഴുക്കിനൊന്നും തടസ്സപ്പെടും. അതുപോലെ ഇതിന്റെ മുകളിൽ ഇത് തടസ്സപ്പെടും. ഇവിടെ അതായത് ഒരു ദ്രാവകം ഒഴുകുമ്പോ ദ്രാവക പടലങ്ങളുടെ ആപേക്ഷിക ചലനം, എന്താ ആപേക്ഷിക ചലനം? ഇതിനാപേക്ഷിച്ച് ചലിക്കുന്നതിനെ മുന്നോട്ട് പോവാണ്. അപ്പൊ ഈ ചലനത്തെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി ഇവക്കിടയിൽ എന്ത് ചെയ്യുന്നു? ഇതിന്റെ എതിർ ദിശയിൽ ഇങ്ങോട്ടൊരു ബലം കൊടുക്കും. അതായത് ഈ പാളി ഇതിനെങ്ങോട്ട് ഇങ്ങനെ വലിക്കും. അപ്പൊ ഇതിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും. തേനിൽ ഇത് വളരെ കൂടുതലാണ്, എന്ന സ്ഥാനത്ത് വെള്ളത്തിൽ ഇത് കുറവാണ്. അപ്പൊ ദ്രാവക പടലങ്ങളുടെ നിങ്ങൾക്കിടയിലുള്ള ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്നിടയിൽ അവർക്ക് അനുഭവപ്പെടുന്ന ഒരു ബലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിസ്കസ് ബലം എന്നറിയപ്പെടുന്നത്. അപ്പൊ ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി എതിർ ദിശയിൽ പ്രവർത്തിക്കുന്ന ബലമാണ് ഇത് വിസ്കസ് ബലം. അപ്പോ ദ്രാവക പടലങ്ങൾക്കിടയിൽ ആപേക്ഷിക ചലനം കുറത്തക്കതയിൽ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ബലം പ്രയോഗിക്കാനുള്ള ഒരു കഴിവുണ്ട്. ഈ കഴിവിനെയാണ് ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി എന്നറിയപ്പെടുന്നത്. വിസ്കോസിറ്റി എല്ലാ ദ്രവങ്ങൾക്കും ഒരുപോലെയല്ല. വെള്ളത്തിനൊക്കെ വിസ്കോസിറ്റി വളരെ കുറവാണ്. എന്നാൽ അതേ സ്ഥാനത്ത് തേന്, ഗ്രീസൊക്കെ കണ്ടിട്ടില്ല, കട്ട പിടിച്ച് അവിടെ നിൽക്കും. വിസ്കോസിറ്റി വളരെ കുറവാണ്. മണ്ണെണ്ണയോ? മണ്ണെണ്ണ തുള്ളിയാക്കിയാൽ മതി, ആകെ സ്പ്രെഡ് ചെയ്യും. അപ്പൊ മണ്ണെണ്ണക്കൊക്കെ വിസ്കോസിറ്റി വളരെ കുറവാണ്. എന്നാൽ അതേ സ്ഥാനത്ത് ഗ്രീസ്, തേന്, ഗ്ലിസറിന് ഇതിനൊക്കെ വിസ്കോസിറ്റി എന്താണ്? വളരെ കൂടുതലാണ്.
അപ്പൊ വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങളെ നമ്മൾ വിസ്കസ് ദ്രാവകങ്ങൾ എന്ന് പറയുന്നു. വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങളെ വിസ്കസ് ദ്രാവകങ്ങൾ. അവർക്ക് ഒഴുകാനുള്ള കഴിവ് വളരെ കുറവായിരിക്കും. എന്നാൽ വിസ്കോസിറ്റി വളരെ കുറഞ്ഞവയെ നമ്മൾ മൊബൈൽ ദ്രാവകങ്ങൾ, മൊബൈൽ എന്ന് പറഞ്ഞാൽ എന്താ, ചലിക്കാൻ സാധിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടട, അതാണ് മൊബൈൽ ഫോൺ എന്നൊക്കെ പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടടക്കാൻ കഴിയും. അപ്പൊ വിസ്കോസിറ്റി വളരെ കുറഞ്ഞവർക്ക് ഒഴുകാനുള്ള കഴിവ് വളരെ കൂടുതലായിരിക്കും. അവയെ നമ്മൾ എന്ത് പറയുന്നു, മൊബൈൽ ദ്രാവകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ജലത്തേക്കാൾ വിസ്കോസിറ്റി കൂടിയതും കുറഞ്ഞതും ഒന്ന് കണ്ടെത്തണം. കുറച്ചെണ്ണത്തിന്റെ പേര് നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ. അപ്പോ താപനില വർദ്ധിക്കുമ്പോൾ ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി എന്ത് ചെയ്യുന്നു, കുറയുന്നു, ഒന്നും കൂടി ലൂസാവും. അപ്പോ താപനില കൂടുമ്പോൾ ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അതായത് വൈദ്യുതാഘാതം ഏൽക്കുന്ന ഒരാൾക്ക് ഷോക്ക് അടിച്ചാൽ, വൈദ്യുതാഘാതം ഏറ്റാൽ അയാളുടെ ശരീരം തിരുമ്മി ചൂട് പിടിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. അതിന്റെ കാരണം അത് പറയും. ഒരാൾക്ക് വൈദ്യുതാഘാതം ഏറ്റാൽ, ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശരീര താപനില പെട്ടെന്ന് കുറയും, ചൂട് കുറയും, അയാളുടെ ശരീരം തണുക്കും, സ്വാഭാവികമായിട്ട് രക്തം കട്ടപിടിക്കും. അപ്പൊ രക്തം കട്ടപിടിച്ചാൽ എന്ത് ചെയ്യുന്നു, ഒഴുകാൻ കഴിയില്ല, എല്ലാ ഭാഗത്തേക്കും രക്തത്തൂല, അങ്ങനെ അയാൾ എന്ത് ചെയ്യുന്നു, മരവിക്കും, ശരീരം മരവിക്കും. അപ്പൊ നമ്മൾ ശരീരം തിരുമ്പി ചൂടാക്കും. അപ്പൊ എന്ത് ചെയ്യുന്നു, ചൂടാക്കുമ്പോൾ രക്തത്തിന്റെ വിസ്കോസിറ്റി കുറയും, എല്ലാ ഭാഗത്തേക്കും സുഗമമായിട്ട് എന്ത് ചെയ്യുന്നു, ഒഴുകാൻ സാധിക്കും. അപ്പൊ ശരീരം തിരുമ്പി ചൂട് പിടിപ്പിക്കുന്നത് അതിനു വേണ്ടി. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയാണ് ഈ പാഠം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ ചുരുക്കിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. എന്റെ നമ്പർ ഇവിടെ ഉണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.